മഹാഭാരത ഗാഥ തുടരുകയാണ്. വംശഹത്യയുടെ ബാക്കി പത്രം. മഹായുദ്ധത്തിൻ്റെ 18-ാം നാൾ രാത്രിയിൽ സേനാശിബിരത്തിൽ വച്ച് അശ്വത്ഥാമാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വംശഹത്യയിൽ നൂറുകണക്കിന് പാണ്ഡവപക്ഷ പോരാളികൾ ഉറക്കത്തിൽ വധിക്കപ്പെടുമ്പോൾ പഞ്ചപാണ്ഡവർ എവിടെയായിരുന്നു? കൃഷ്ണൻ എവിടെയായിരുന്നു? എന്തുകൊണ്ട് അവർ മാത്രം അന്നു രാത്രി പാഞ്ചാലീപുത്രന്മാരും ധൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും മറ്റു യോദ്ധാക്കളും ഉറങ്ങുന്ന ശിബിരം വിട്ട് വേറെ സ്ഥലത്ത് രാത്രി കഴിച്ചുകൂട്ടി? ആക്രമിക്കപ്പെട്ട ശിബിരത്തിൽ എല്ലാവരും ഉറക്കമായിരുന്നു. അവർക്ക് ആയുധമുണ്ടായിരുന്നില്ല, ചട്ടമുണ്ടായിരുന്നില്ല. എല്ലാവരും ഉറങ്ങുന്നിടത്ത് പാണ്ഡവരും ഉറങ്ങുക എന്നതായിരുന്നില്ലേ സ്വാഭാവികം? അതായിരുന്നില്ലേ യുദ്ധമര്യാദ? യുദ്ധത്തിൽ കൗരവപക്ഷത്ത് 3 പേർ മാത്രം ബാക്കിയായ വിവരം പാണ്ഡവർ അറിഞ്ഞിരുന്നു. മൂവരും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നും അവരിൽ ഒരാൾ കൂടുതൽ അപകടകാരിയാണെന്നും പാണ്ഡവർ മനസ്സിലാക്കിയിരുന്നില്ലേ? ഗദായുദ്ധത്തിനായി ദുര്യോധനനെ കണ്ടെത്തുന്നതിൽ ഭാഗ്യം പാണ്ഡവരെ തുണച്ചു. എന്നാൽ അയാൾ കൊല്ലപ്പെട്ട ശേഷം അശ്വത്ഥാമാവും കൃപനും കൃതവർമാവും എവിടെയാണ് തമ്പടിച്ചത് എന്ന് ചാരന്മാരിലൂടെ മനസ്സിലാക്കുന്നതിൽ പാണ്ഡവർ പരാജയപ്പെട്ടു. അതൊക്കെ അക്ഷന്തവ്യമായ വീഴ്ചയായി മാറി. ശത്രുപക്ഷത്ത് 3 മഹാരഥന്മാർ ജീവിച്ചിരിക്കെ യുദ്ധം അവസാനിച്ചു എന്ന് കണക്കാക്കാൻ കഴിയുമായിരുന്നുവോ? അതോ അവരൊക്കെ പരാജയപ്പെട്ടതുകൊണ്ട് ഇനി ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പാണ്ഡവർ വിശ്വസിച്ചുവോ? രാത്രി തന്നെ കാട്ടിലേക്ക് നീങ്ങിയ അവരെ നിരീക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. വേണ്ട പോലെ കാവലേർപ്പെടുത്താതെ അനാഥവും അരക്ഷിതവുമായ രീതിയിലാണോ പാണ്ഡവരുടെ സർവ്വസൈന്യാധിപൻ ഉറങ്ങുന്ന ശിബിരം ആ രാത്രിയിൽ നിലനിന്നത്? ഇപ്രകാരം ഒട്ടേറെ സമസ്യകൾ 18-ാം നാൾ രാത്രിയിൽ നടന്ന വംശഹത്യാ സംഭവം വായനക്കാരിൽ ഉണർത്തുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങളിലേക്കോ അപഗ്രഥനങ്ങളിലേക്കോ കടക്കാതെ എല്ലാം വിധിവിഹിതം എന്ന രീതിയിലുള്ള ഒരാഖ്യാനം ഈ ഭാഗത്ത് ഇതിഹാസം സ്വീകരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. യുദ്ധം കഴിഞ്ഞു, ഇനിയെന്ത് ഭയപ്പെടാൻ എന്ന ധാരണയിൽ നിന്നുരുത്തിരിയുന്ന ഒരു തരം അനവധാനതയും രാത്രിയിലെ കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് കരുതാവുന്നതാണ്. മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് അന്ന് നടന്നത്. ക്രൂരന്മാരായ മനുഷ്യർ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചതാണ് രാത്രിയിലെ കൂട്ടക്കൊല. ഒറ്റയ്ക്ക് ഇത്രയേറെ യോദ്ധാക്കളെ മണിക്കൂറുകൾക്കുള്ളിൽ വധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാവാം കൂടുതൽ എളുപ്പത്തിനായി ശിബിരത്തിന് 3 പേർ ചേർന്ന് 3 ഭാഗത്തു നിന്നും തീയിട്ടത്. പടയാളികൾ ഭയന്ന് പരിഭ്രമിച്ച് പുറത്തേക്ക് ഓടിവരും എന്നുറപ്പ്. അപ്രകാരം വരുന്നവരെയെല്ലാം കൊന്നുവീഴ്ത്താൻ ഒരു വന്ധ്യവയോധികനും മഹാരഥനായ വൃഷ്ണിവീരനും ഘാതകരായി പുറത്ത് കാത്തുനിന്നു. കൃഷ്ണൻ്റെ ഉപദേശം. ദുര്യോധനവധത്തിന് ശേഷം പാണ്ഡവർ ദുര്യോധനാദികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന കൈനിലകളിലേക്കാണ് കയറിച്ചെന്നത്. കൗരവരുടേതായിരുന്നതൊക്കെ യുദ്ധം തീർന്നതോടെ പാണ്ഡവരുടേതായി മാറി. രാജ്യം പാണ്ഡവർ ജയിച്ചു കഴിഞ്ഞുവെന്നും യുധിഷ്ഠിരന് മേലാൽ ശത്രുഭയമില്ലാതെ രാജ്യം ഭരിക്കാമെന്നും ഭീമൻ പറയുന്നുമുണ്ട്. ദുര്യോധനൻ്റെ പതനത്തിന് ശേഷം പാണ്ഡവർ ആദ്യമായി ചെന്നത് ധൃതരാഷ്ട്രൻ്റെ രാജകീയ കൈനിലയിലേക്കാണ്. അവിടെ നിന്ന് പാണ്ഡവരുടെ വിജയഗാഥ തുടങ്ങുന്നു. ധൃതരാഷ്ട്രൻ്റെ കൈനിലയിൽ അവർ രാജകീയ കോശം തുറന്നു. വിലപിടിപ്പുള്ള രത്നങ്ങളുടെ വൻ ശേഖരം അത് പാണ്ഡവർ കൈക്കലാക്കി. അത് അവർക്ക് അവകാശപ്പെട്ടത്. സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, പലതരം ഭൂഷണങ്ങൾ, കമ്പിളി വസ്ത്രങ്ങൾ, രാജോപകരണങ്ങൾ, അക്ഷയമായ ധനം തുടങ്ങിയവയൊക്കെ പാണ്ഡവർ സ്വന്തമാക്കി. സ്ഥാവരസ്വത്തിൻ്റെ കൂടെ ദാസീദാസന്മാർ എന്ന മനുഷ്യരെയും കൈക്കലാക്കിയ വസ്തുക്കളുടെ പട്ടികയിൽ ഇതിഹാസം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവരും അപ്രകാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായം നിലനിന്നിരിക്കണം. ഇതിഹാസത്തിൽ തത്സംബന്ധിയായ വേറെയും പരാമർശങ്ങൾ കാണാം. യുധിഷ്ഠിരൻ്റെ പണയവസ്തുക്കളിലൊന്ന് ദാസീദാസന്മാരായിരുന്നല്ലോ. ഏതായാലും യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ പാണ്ഡവർ സ്വത്തുടമകളായി മാറി. അധികാരം കൈയാളി രാജാക്കന്മാരായി മാറി. അവർ ഹർഷാരവം മുഴക്കി പുറത്തു കടന്നു. പിന്നെ പാണ്ഡവർ തേരുവിട്ട് വിശ്രമിക്കാനിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് മംഗളത്തിനായി ഇന്ന് ശിബിരം വിട്ട് പാർക്കണം. ഈ ഒരു വാക്യമാണ് കൃഷ്ണൻ പറഞ്ഞത്. കൂടുതൽ വിശദീകരിച്ചില്ല. മംഗളത്തിനായി ശിബിരം വിടണം. അപ്പോൾ ശിബിരത്തിൽ പാർക്കുന്നത് മംഗളകരമല്ല, അമംഗളകരമാണ്. അപ്രകാരമാണെങ്കിൽ മംഗളകരമല്ലാത്ത രീതിയിൽ പാഞ്ചാലീപുത്രന്മാരും ധൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയുമൊക്കെ ശിബിരത്തിൽ പാർക്കാൻ അനുവദിക്കപ്പെട്ടത് എന്തിനായിരുന്നു? അതോ അവർക്കൊക്കെ അമംഗളം വന്നാലും കുഴപ്പമില്ല എന്നാണോ? ശിബിരത്തിൽ അപകടം നടക്കും എന്ന് കൃഷ്ണന് അറിയാമായിരുന്നുവോ?
അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് മറച്ചുവെച്ചതിൻ്റെ ഉദ്ദേശ്യമെന്തായിരുന്നു? കൃഷ്ണനോട് ഏത് കാര്യത്തിനും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്ന യുധിഷ്ഠിരനും പാർത്ഥനും ഒരു സംശയവും ഉണ്ടായില്ല. തങ്ങൾ മാത്രം ഓഘവതി നദീതീരത്തുറങ്ങുന്നത് അനൗചിത്യമായി അവർക്കും തോന്നിയില്ല. കൃഷ്ണൻ്റെ വാക്കുകേട്ട് എല്ലാവരും പുണ്യവതിയായ ഓഘവതി നദിയുടെ തീരത്തേക്ക് യാത്രയായി. കൃഷ്ണൻ പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും സമാശ്വസിപ്പിക്കാൻ ഹസ്തിനപുരിയിലേക്ക് പോയി. അതുകൊണ്ട് പാണ്ഡവരുടെ കൂടെ സാത്വികിയല്ലാതെ കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. രാത്രി തന്നെ ഹസ്തിനപുരിയിലെത്തേണ്ട ആവശ്യം കൃഷ്ണനുണ്ടായിരുന്നില്ല. കൂട്ടക്കൊല നടന്ന സമയത്ത് കൃഷ്ണൻ ഹസ്തിനപുരിയിൽ, പാണ്ഡവർ ഓഘവതി തീരത്ത്, ബാക്കിയുള്ളവരൊക്കെ ശിബിരത്തിലും. അശ്വത്ഥാമാവിന് നിർബാധം കൂട്ടക്കൊല ചെയ്യാൻ ആരോ സൗകര്യമുണ്ടാക്കി കൊടുത്തതുപോലെയായിരുന്നു കാര്യങ്ങൾ. ആരും മൂവർ സംഘത്തെക്കുറിച്ച് ഓർത്തില്ല. ശരിയായ രീതിയിൽ ശിബിരത്തിന് കാവൽ പോലും ഏർപ്പെടുത്താതെയാണ് സർവ്വസൈന്യാധിപൻ ഉറങ്ങിയത്. എല്ലാ പഴുതുമടച്ച് ഇതിഹാസം ഒരു കൂട്ടക്കൊലയ്ക്ക് ഒരുക്കുകൂട്ടുകയാണോ എന്ന് തോന്നിപ്പോകും. കൃഷ്ണൻ സ്ഥലത്തില്ല. അടുത്തെങ്ങും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവുമില്ല. പെട്ടെന്ന് ഓടിയെത്താൻ വഴിയുമില്ല. അങ്ങ് ദൂരെ ഹസ്തിനപുരിയിലാണ് അദ്ദേഹം. ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും സന്ദർശിക്കാൻ പിറ്റേന്ന് പ്രഭാതത്തിൽ പോകുന്നതായിരുന്നു ഔചിത്യം എന്ന് ആർക്കും തോന്നിയില്ല. പാണ്ഡവർ മുഴുവൻ സാത്യകിയോടൊപ്പം ഓഘവതി നദിയുടെ തീരത്ത് ഉറങ്ങി. അവർ കൂട്ടക്കൊലയുടെ നിലവിളികൾ കേട്ടില്ല. ശിബിരം തീയിൽ കത്തിയമരുന്നത് ദൂരത്തു നിന്നുപോലും കണ്ടില്ല. പുകപടലങ്ങൾ കണ്ടില്ല. അവർ സുഷുപ്തിയിലായിരുന്നു. നിലവിളികൾ അവർ കേട്ടില്ല. മനുഷ്യ ശരീരങ്ങൾ കത്തിയെരിയുന്ന ദുർഗന്ധം അവരിലേക്ക് എത്തിയില്ല. 18 ദിവസത്തെ പോരാട്ടത്തിൽ കൊല്ലപ്പെടാതെ അവശേഷിച്ച എല്ലാ പാണ്ഡവപക്ഷക്കാരും ദാരുണമായി ഒടുങ്ങി. എല്ലാവരും ദ്രൗണിയുടെയും മറ്റ് രണ്ടുപേരുടെയും ഇരകളായി തീരുകയും ചെയ്തു. ഇപ്രകാരം ഇതിഹാസത്തിൻ്റെ ആഖ്യാനം യുക്തിഭദ്രമല്ലാതെ ഇടറുന്നത് നിപുണദൃഷ്ടിയായ വായനക്കാരന് വായിച്ചെടുക്കാനാകും. വിധിയുടെ അനിവാര്യത, നിയതിയുടെ അപ്രതിരോധ്യത എന്ന ആശ്രയമാണോ കൂട്ടക്കൊലയ്ക്ക് ഇതിഹാസം നൽകുന്ന ഉത്തരം? അതോ യുദ്ധവും അതിനുശേഷം വഞ്ചനയിലൂടെയും ഗൂഢാലോചനയിലൂടെയും നടന്ന കൂട്ടക്കൊലയും തികച്ചും സ്വാഭാവികം എന്ന ആശയമാണോ ഇതിഹാസം പ്രക്ഷേപിക്കുന്നത്? ഇപ്രകാരം ഈ സന്ദർഭത്തിലെ ഇതിഹാസ ഭാഗത്തിൻ്റെ ഗരിമ നഷ്ടമാകുന്ന നിരവധി ഘടകങ്ങൾ ആഖ്യാനധാരയിൽ അന്തർലീനമായുണ്ട് എന്ന് കാണാം. 19-ാം നാളിലെ പ്രഭാതമായപ്പോഴേക്കും ധൃഷ്ടദ്യുമ്നൻ്റെ സാരഥി ഓടിയെത്തി യുധിഷ്ഠിരനോട് കാര്യം പറഞ്ഞു. അയാൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. പറയാൻ പോകുന്നത് ഭീഷണമായ കാര്യമാണ് എന്ന് അയാളുടെ മുഖം വിളിച്ചു പറഞ്ഞു. സാരഥി ശിബിരത്തിൽ നടന്നതൊക്കെ വിശദാംശങ്ങളോടെ ധർമ്മപുത്രനെ അറിയിച്ചു. അയാൾ മാത്രമാണ് കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നും ഉണർത്തിച്ചു. വാർത്ത കേട്ടതും യുധിഷ്ഠിരൻ ബോധഹീനനായി വീണു. ഭീമൻ വീണു, അർജുനൻ വീണു. ഭയാനകമായ വാർത്ത. ശിബിരത്തിലുറങ്ങിയ തങ്ങളുടെ 5 മക്കളെയും അശ്വത്ഥാമാവ് കൊന്നു എന്ന വാർത്ത. ധൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. ശിബിരത്തിലെ ആക്രമണ സാധ്യതയെക്കുറിച്ച് ആരും ചിന്തിച്ചിരുന്നില്ല. കുറെ കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടി എഴുന്നേറ്റ ധർമ്മപുത്രൻ ഓരോന്ന് പറഞ്ഞ് ഉറക്ക കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന് തന്നോട് തന്നെ പുച്ഛം തോന്നി. യുദ്ധത്തിലെ ജയപരാജയങ്ങളുടെ നിരർത്ഥകത വേദനിപ്പിക്കുന്ന ഒരു മുറിവ് പോലെ ധർമ്മപുത്രനെ അലട്ടി. യുദ്ധത്തിൽ നേടിയെടുത്ത വിജയം ഒരു പരാജയമാണ് എന്ന് യുധിഷ്ഠിരൻ തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ താൻ എന്തിന് ജീവിച്ചിരിക്കണം? അധികാരം പകർന്നു കിട്ടി. നിമിഷങ്ങൾക്കകം അത് കൊണ്ടുവരുന്ന ദുരന്തങ്ങൾ യുധിഷ്ഠിരൻ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. വിജയത്തിനു പിന്നിലെ പരാജയം യുധിഷ്ഠിരനെ തുറിച്ചു നോക്കി. ധർമ്മപുത്രൻ പാഞ്ചാലിയെക്കുറിച്ചോർത്തു. അവൾ ഇതെങ്ങനെ സഹിക്കും? മഹായുദ്ധം അതിജീവിച്ച 5 മക്കളും അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട അമ്മ. അതവൾക്ക് താങ്ങാൻ പറ്റില്ല. നകുലനെ വിളിച്ച് പാഞ്ചാലിയെ കൊണ്ടുവരാൻ യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു. പുത്രവധം കേട്ട ദ്രൗപദി കാറ്റേറ്റ കദളിവാഴത്തണ്ട് പോലെ നിലത്ത് വീണു. ദുഃഖിതയായി കിടക്കുന്ന പ്രിയപത്നിയെ യുധിഷ്ഠിരൻ കുറ്റബോധത്തോടെ നോക്കി. പ്രഗത്ഭരായ തങ്ങൾ 5 ഭർത്താക്കന്മാർ ദ്രൗപദിക്ക് എന്താണ് നൽകിയത്? ദുരന്തങ്ങളല്ലാതെ. പ്രധാന കുറ്റവാളി താൻ തന്നെയാണ് എന്ന് യുധിഷ്ഠിരൻ വേദനയോടെ ഓർത്തു. ഏത് അഭിശപ്തമായ നിമിഷത്തിലാണ് തനിക്ക് വിതുരൻ സ്നേഹപൂർവ്വം മുന്നറിയിപ്പ് നൽകിയിട്ടും കള്ളച്ചൂത് കളിക്കുള്ള കൗരവരുടെ ക്ഷണം സ്വീകരിക്കാൻ തോന്നിയത്?
ആഴമേറിയ ആത്മനിന്ദയുടെ ഒരു ചീള് ധർമ്മപുത്രൻ്റെ ഹൃദയത്തിൽ വന്ന് തറച്ചു നിന്നു. കഠിനമായ മനസ്സാക്ഷിക്കുത്തിൽ ധർമ്മപുത്രൻ വല്ലാതെ വിളറി. സമചിത്തത വീണ്ടെടുത്ത ദ്രൗപദി യുധിഷ്ഠിരനോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ മതിയായില്ലേ? ഞാൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ഉണ്ണികളെ അവൻ ദ്രൗണി കൊന്നു തള്ളിയില്ലേ? നിങ്ങൾ ഇന്നു തന്നെ അവനെ വധിക്കണം. സന്ധ്യയ്ക്ക് മുമ്പ് അവനെ കൊന്നില്ലെങ്കിൽ ഞാൻ പ്രായോപവേശം ചെയ്യും. ഭീമൻ പറഞ്ഞു, ദ്രൗപദി ദുഃഖിക്കാതിരിക്കൂ. ദ്രൗണി കാടിൻ്റെ ഉള്ളിലേക്ക് ഒട്ടുദൂരം പോയി കാണും. പാഞ്ചാലി പറഞ്ഞു, അവനെ കൊല്ലുക ഇന്ന് തന്നെ. എനിക്ക് അവൻ്റെ ശിരസിലെ സഹജമായ രത്നം വേണം. ജന്മനാ അവനൊരു ചൂടാമണിയുണ്ട്, അതെനിക്ക് വേണം ഇന്ന് തന്നെ. ആ ചൂടാമണി എനിക്ക് യുധിഷ്ഠിര രാജാവിൻ്റെ ശിരസിൽ അർപ്പിക്കണം. എങ്കിൽ മാത്രം ഞാൻ ജീവിച്ചിരിക്കും, അല്ലെങ്കിൽ ജീവൻ വെടിയും. ഭീമ, ഭവാൻ അവനെ കൊല്ലുക. ഭവാൻ എന്നും ആപത്തിൽ എൻ്റെ കൂടെ നിന്നവൻ. പോകൂ, അവനെ കൊന്നിട്ട് വരൂ. ഭീമൻ്റെ പുറപ്പാട്. ഭീമൻ പിന്നെ ഒന്നും നോക്കിയില്ല. ആരുടെയും സമ്മതം ചോദിച്ചില്ല, കൃഷ്ണൻ്റെ പോലും. നകുലനെ സാരഥിയാക്കി തേർപൂട്ടി ഭീമൻ ഉടനെ ദ്രൗണിയെ തിരഞ്ഞുപോയി. കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, ഭീമൻ്റെ ഒറ്റയ്ക്കുള്ള പോക്ക് ശരിയല്ല. ദ്രൗണിയുടെ പക്കൽ ദ്രോണൻ കൊടുത്ത ബ്രഹ്മശിരോസ്ത്രം ഉണ്ട്. അത് ഭയാനകമായ ആയുധം. ആ അസ്ത്രം അർജുനനുമുണ്ട്, ഭീമനില്ല. യുധിഷ്ഠിരൻ അത് കേട്ട് നെടുവീർപ്പിട്ടു. തൻ്റെ പ്രിയപ്പെട്ട അനുജൻ ഒറ്റയ്ക്ക് ദ്രൗണിവധത്തിനായി പോയി കഴിഞ്ഞു. അതിൽ അപകടം പതിയിരിക്കുന്നു. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, യുധിഷ്ഠിര, ഗുരുപുത്രൻ ഗർവുള്ളവൻ. ഒരിക്കൽ ദ്വാരകയിലെത്തി അവൻ എന്നോട് ചക്രായുധം ചോദിച്ചതായി ഓർക്കുന്നു. കുറേ കാലം മുമ്പാണത്. ഞാൻ അവനോട് എൻ്റെ ആയുധങ്ങളിൽ ഏതു വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞു. അടുത്ത മാത്രയിൽ അശ്വത്ഥാമാവ് ചക്രായുധം പൊക്കാൻ ശ്രമിച്ചു. വീണ്ടും ശ്രമിച്ചു. അവന് അതൊന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാനിപ്പോൾ ഉദ്ധതനായ അവൻ്റെ ആ നിൽപ്പും ഭാവവും ഓർക്കയാണ്. അവൻ നിസ്സഹായനായി എൻ്റെ മുന്നിൽ നിന്നു. എനിക്ക് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടവൻ അർജുനനാണ്. ഇന്നേ വരെ അർജുനൻ എന്നോട് ചക്രായുധം ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ബലരാമൻ ഹലായുധൻ, അദ്ദേഹം പോലും ഇവൻ ചെയ്ത സാഹസം ചെയ്തില്ല. പ്രദ്യുമ്നനും സാമ്പനും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അവരും എന്നോട് ചക്രായുധം ആവശ്യപ്പെടാനുള്ള സാഹസം കാണിച്ചിട്ടില്ല. അന്തസ്സാരശൂന്യനായ ദ്രൗണി മാത്രമാണ് അത് ചെയ്തത്. അതാണ് അവൻ്റെ സ്വഭാവം. അപ്രകാരമുള്ളവനെ എതിർക്കാൻ ഭീമൻ ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ്. ദ്രൗണി വ്യാസൻ്റെ കൂടെ. ദ്രൗണിയെ തിരഞ്ഞ് അതിവേഗം കുതിക്കുകയായിരുന്നു ഭീമൻ. ഏറെ ദൂരം ഭീമൻ യാത്ര ചെയ്തു കഴിഞ്ഞിരുന്നു. ഭാഗീരഥിയുടെ തീരത്തെത്തിയപ്പോൾ വൃകോദരൻ നോക്കി. വിസ്മയത്തോടെ ഭീമൻ ആ കാഴ്ച കണ്ടു. ഗംഗയുടെ തീരത്ത് വ്യാസൻ്റെയും മറ്റു മുനിമാരുടെയും കൂടെ അശ്വത്ഥാമാവ് സ്വസ്ഥനായി ഇരിക്കുന്നു. തേജോമയനായ കൃഷ്ണദ്വൈപായനൻ്റെ കൂടെ ഇരിക്കുന്ന മഹാപാതകി. അയാൾ നിർലജ്ജം കുശവും ചീരവും ധരിച്ചിരിക്കുന്നു. ശരീരത്തിൽ നെയ്യ് പുരട്ടി കൊടിയേറ്റിരിക്കുകയാണ് അയാൾ. രാത്രിയിലെ ഒറ്റയാൻ കൊലയാളി തപസ്വിയായി മാറിയിരിക്കുന്നു. ഭീമൻ വീണ്ടും അയാളെ തന്നെ നോക്കി. ഒരു നിമിഷം ദ്രൗണി ഭീമനെ കണ്ടു. ഭീമൻ സമയം കളയാതെ അമ്പും വില്ലുമെടുത്തു. ഭീമനെയും പിന്നാലെ തേരിലെത്തിയ കൃഷ്ണാർജുനന്മാരെയും യുധിഷ്ഠിരനെയും കണ്ട് ദ്രൗണി നടുങ്ങി. അടുത്ത മാത്രയിൽ മുൻപിൻ നോക്കാതെ ദ്രൗണി സർവസംഹാരിയായ ഭീതിതമായ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിച്ചു. തീ ആളിപ്പടർന്നു. ഉടനെ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അർജുനനും അതേ അസ്ത്രം നിമിഷാർത്ഥത്തിൽ പ്രയോഗിച്ച് അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് തടുത്തു നിർത്തി. 2 അഗ്നിഗോളങ്ങളായി അവ ചക്രവാളത്തിൽ കാണപ്പെട്ടു എന്ന് ഇതിഹാസം. തൻ്റെ ആയുധം ഉണ്ടാക്കിയേക്കാവുന്ന സർവനാശത്തെ ഓർത്ത് അർജുനൻ ഉത്തരവാദിത്വ ബോധത്തോടെ പിന്നീട് അത് പ്രതിസംഹരിച്ചു. ദ്രൗണി പക്ഷേ പാണ്ഡവനാശത്തിനായി പ്രയോഗിച്ച അസ്ത്രത്തെ പിൻവലിച്ചില്ല. അത് പിൻവലിക്കാനുള്ള വിദ്യ അയാൾക്ക് അറിയില്ലായിരുന്നു. വ്യാസൻ ഇടപെട്ടു. എന്നിട്ടും അശ്വത്ഥാമാവിന് താൻ അയച്ച അസ്ത്രം പിൻവലിക്കാൻ സാധിച്ചില്ല. പക കൊണ്ടും വെറുപ്പ് കൊണ്ടും അയാളുടെ മുഖം കറുത്തു. അവസാന പോംവഴിയായി അയാൾ തൻ്റെ അസ്ത്രത്തിന് ഉത്തരയുടെ ഗർഭം ലക്ഷ്യമാക്കി. കൃഷ്ണദ്വൈപായനൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ദ്രൗണി തൻ്റെ അസ്ത്രലക്ഷ്യം അല്പമെങ്കിലും കുറയ്ക്കാൻ ഇടയായത്. അവിടെയും ഉയർന്നു നിന്നത്
മഹാനുഭാവനായ അർജുനൻ്റെ കരുതലും ദാക്ഷിണ്യവും ആയിരുന്നു. എല്ലാ ധാർമ്മികതയും നഷ്ടപ്പെട്ട് ദ്രൗണി നിതാന്തമായ ശത്രുതയുടെയും യുദ്ധവെറിയുടെയും പ്രതീകമായി നിന്നു. അല്പം മാത്രം മുമ്പ് വിണ്ണിൽ നിന്ന് ദുര്യോധനനായി പുഷ്പവൃഷ്ടി സംഭവിച്ചിരുന്നു. അർജുനൻ അല്പം മാത്രം മുമ്പ് വിണ്ണിൽ നിന്ന് ദുര്യോധനനായി പുഷ്പവൃഷ്ടി സംഭവിച്ചിരുന്നു. അർജുനൻ അസ്ത്രം പ്രതിസംഹരിച്ചപ്പോൾ പക്ഷേ അതുണ്ടായില്ല. വ്യാസൻ ദ്രൗണിയോട് പറഞ്ഞു, ദ്രോണപുത്ര, ഇനിയും വൈകിയിട്ടില്ല. നീ നിന്റെ അസ്ത്രം പ്രതിസംഹരിക്കുക. എന്നിട്ട് നിന്റെ ശിരസിൽ അണിഞ്ഞിട്ടുള്ള മണി പാണ്ഡവർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് നിന്റെ ജീവൻ നിലനിർത്താനായേക്കും. ദ്രൗണി ദയനീയമായി പറഞ്ഞു, ഭഗവൻ, ഈ ചൂടാമണി ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇതാണ് എൻ്റെ എല്ലാം. ഞാൻ നേടിയതിനും നിലനിർത്തുന്നതിനും ഒക്കെ കാരണം ഈ രത്നമാണ്. എന്നാലും അങ്ങ് പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാനാവില്ല. ഞാനിതാ എൻ്റെ ആത്മാവിനെയും ഈ ശിരോരത്നത്തെയും പറിച്ചെടുത്ത് അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണനും ദ്രൗണി കേൾക്കെ പറഞ്ഞു, എന്തു വന്നാലും ഉത്തരയുടെ ഗർഭം നിന്റെ പരീക്ഷണത്തെ അതിജീവിക്കും. അവൾ അഭിമന്യുവിൻ്റെ പുത്രനായി പരീക്ഷത്തിനെ പ്രസവിക്കും. അശ്വത്ഥാമാവ് അലറി, കേശവ, നീ പക്ഷപാതിയാണ്. എൻ്റെ വാക്ക് തെറ്റില്ല. ഞാൻ അയച്ച അസ്ത്രം പിഴക്കില്ല. ഞാൻ പിൻവലിക്കാത്ത ഈ അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിൽ പതിക്കും. കൃഷ്ണൻ ചിരിച്ചു. പിന്നെ പറഞ്ഞു, നിൻ്റേത് മഹാസ്ത്രം തന്നെ. എന്നാൽ കുഞ്ഞു ചത്താലും അവൻ പുനർജനിച്ച് ദീർഘായുസാകും. നീ പാപി, അധമൻ, ഭ്രൂണഹന്താവ്, കുഞ്ഞിനെ കൊന്നവൻ. അതുകൊണ്ട് മഹാപാപി. അതിൻ്റെ ഫലം നിനക്ക് കിട്ടും. 3000 വർഷം നീ അലഞ്ഞു നടക്കും, ഏകാകിയായി. ആരും നീയുമായി കൂട്ടുകൂടില്ല. നീ വിജനപാതയിൽ നിരാലംബനായി ശപിക്കപ്പെട്ടവനായി നടക്കും. നിനക്ക് എവിടെയും ഇരിപ്പിടം ലഭിക്കില്ല. നിന്റെ വ്രണത്തിൽ നിന്നും നിതാന്തമായി ചോരയും ചലവും ഒഴുകും. നീ പുഴുത്തു നാറും. പോകുന്നിടത്തൊക്കെ നിന്റെ ദുർഗന്ധം പരക്കും. അപ്പോൾ നീ ജനവാസമില്ലാത്ത കാട് നോക്കിപ്പോകും. സർവ്വവ്യാധികളും പിടികൂടി നീ ഒറ്റയ്ക്കാകും, നിസ്സഹായനാകും. വൃത്തികെട്ട സ്വരൂപമായി നീ നടക്കും. എല്ലാവരും നിന്നെ അറപ്പോടെ നോക്കും. എന്നാൽ പരീക്ഷിത്ത് ജീവിക്കും. അവൻ ശ്രേഷ്ഠനായിത്തീരും. വ്യാസൻ പറഞ്ഞു, ദ്രൗണി, നീ ഞങ്ങളെ ധിക്കരിച്ചു. ദാരുണമായ കർമ്മമാണ് നീ ചെയ്തത്. കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഫലിക്കും. ശപിക്കപ്പെട്ട അശ്വത്ഥാമാവ് പിന്നെ മനസ്സുമടുത്ത് എല്ലാവരും നോക്കി നിൽക്കെ ഒന്നും പറയാതെ കാട് കയറി. അയാളുടെ കൂടെ ആരുമുണ്ടായിരുന്നില്ല. വിജനമായ വഴിത്താരയിലൂടെ അയാൾ തനിയെ വേച്ച് നടന്നു. പാണ്ഡവർ തിരിച്ചെത്തി. ദ്രൗണിയുടെ ശിരോരത്നം നൽകി ദ്രൗപദിയെ സാന്ത്വനിപ്പിച്ചു. ഭീമൻ ദ്രൗപദിയോട് പറഞ്ഞു, നമ്മുടെ പുത്രന്മാരെ കൊന്നവൻ പരാജിതനായി. ദുഃഖം വെടിയുക. കുറച്ചു മുമ്പ് നീ കൃഷ്ണനോട് നിനക്ക് ഭർത്താക്കന്മാരില്ലെന്ന് പറഞ്ഞു, മക്കളില്ല എന്ന് പറഞ്ഞു, സഹോദരന്മാരില്ല എന്ന് പറഞ്ഞു. നിനക്ക് കൃഷ്ണനുമില്ല എന്ന് നീ പറഞ്ഞു, ഇല്ലേ? അവ കടുത്ത വാക്കുകളായിപ്പോയി ദ്രൗപദി. പാഞ്ചാലി മൊഴിഞ്ഞു, എൻ്റെ കടം തീർന്നു. ദ്രൗണിയുടെ ശിരോരത്നം ഇനി രാജാവ് അണിയട്ടെ. പിൻവാക്ക്. നാസാഗ്രത്തിൽ ശുണ്ഠി പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും ജിതേന്ദ്രിയന്മാരാൽ ഉച്ചരിക്കപ്പെടുന്ന ശാപവാക്കുകളുടെ ശരമാരിയാൽ മുഖരിതമാണ് പുരാണ ഇതിഹാസ വാങ്മയം. ചെയ്ത അപരാധത്തിൻ്റെ ഗൗരവവും ശാപത്തിൻ്റെ ഫലവും തമ്മിലുള്ള അനുപാത ഔചിത്യം പാലിക്കപ്പെടാത്ത ഒട്ടേറെ ശാപവൃത്താന്തങ്ങളുണ്ട്. ശാപകഥകൾ ആവർത്തിക്കാത്ത പഴയ കൃതികൾ വിരളമത്രേ. നാടോടിക്കഥകളിലും പലപ്പോഴും അവയുടെ പ്രഭാവധാരകൾ പ്രകടമാണ് എന്നു കാണാം. അശ്വത്ഥാമാവിനേറ്റ ശാപത്തിൻ്റെ പ്രതീകാത്മകത ആലോചനാമൃതമത്രേ. ശാപവൃത്താന്തങ്ങളുടെ മാസ്മരികതയാൽ മനുഷ്യ ഇതിഹാസം ചമയ്ക്കുന്നവയത്രേ കാളിദാസകൃതികൾ. ഭാരതേതിഹാസത്തിലാകട്ടെ ആശിസ്, വരം, ശപഥം, ശാപം എന്നിവയുടെയൊക്കെ സ്പർശമില്ലാത്ത ആഖ്യാന രീതി വിരളമത്രേ. വാക്കിൻ്റെ വജ്രപാതമേറ്റ് പതറിപ്പോകാത്ത മഹാരഥന്മാരും ഏറെയില്ല. എന്നാൽ സൗപ്തിക പർവത്തിലെ 17-ാം അധ്യായത്തിൽ കൃഷ്ണൻ അശ്വത്ഥാമാവിൻ്റെ നേർക്കെറിയുന്ന ശാപവാക്കുകളുടെ അർത്ഥസാന്ദ്രത ഏറെ അവധേയമാണ്. മനുഷ്യജന്മത്തിൽ മംഗളങ്ങളും അമംഗളങ്ങളും തിരയടിക്കുന്നുണ്ട്. ആഹ്ലാദങ്ങളും മഹാസങ്കടങ്ങളുമുണ്ട്. എന്നാൽ മാനവജന്മത്തെ നരക സമാനമാക്കി മാറ്റുന്നത് അവൻ്റെ മാറാരോഗങ്ങളും കടുത്ത ഒറ്റപ്പെടലും ഏകാകിതയും അത്രേ. ഉണങ്ങാത്ത മുറിവുകളുമായി
അനാഥപ്രേതം പോലെ ജീവിതത്തിൻ്റെ കാന്താരങ്ങളിൽ അലയാൻ അശ്വത്ഥാമാവ് വിധിക്കപ്പെടുകയാണ്. കുറ്റവും ശിക്ഷയും തമ്മിലുള്ള അനുപാതഭംഗി ഒലുന്ന ശാപവാക്കിൻ്റെ നിതാന്തമൂർച്ചകൾ. അപ്രിയ സത്യങ്ങൾ പോലും മുൾമുനകൾ ഒഴിവാക്കി സമചിത്തതയുടെ മന്ദസ്മേരം ചേർത്ത് ഉച്ചരിക്കപ്പെടുന്നിടത്ത് വാക്കും വാഴ്വും പൂത്തുലയുന്നു. ഹരേ.